ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമാബാദിലെ ചർച്ചകൾ തുടരുകയാണ്. ചർച്ച ആണവ, സാമ്പത്തിക, സൈനിക മേഖലകളിൽ ആശങ്ക ഉയർത്തി അമേരിക്കൻ കപ്പൽ ഹോർമുസ് കടന്നുവെന്ന് ആക്സിയോസ്. വിവരങ്ങളുമായി എൽബിസ് ടുമാർ ചേരുന്നു. എൽബിസ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? രഹന, പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ചർച്ചയാണിത്. അതിനാൽ ലോകം അതീവ പ്രാധാന്യത്തോടെ ഇസ്ലാമാബാദ് ടോക്സ് എന്ന് വിളിക്കുന്ന ഈ ചർച്ചയെ കാത്തിരിക്കുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് US പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലി ബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി എന്നിവർ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഷെരീഫിനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. മേഖലയിൽ കഴിഞ്ഞ 40 ദിവസം നടന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇറാന്റെയും അമേരിക്കയുടെയും പ്രത്യേക ഫോർമുലകൾ വെച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ട്രംപിന്റെ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും സംഘത്തിലുണ്ട്. ഇറാനിയൻ പ്രതിനിധി സംഘവുമായി JD വാൻസ് മുഖാമുഖം കൂടിക്കാഴ്ച നടത്തി. ഇത് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് മുമ്പ് അനുരഞ്ജനപരമായ ഒരു അടിത്തറ പാകാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാനും നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതെന്ന് വിവിധ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിനിധി സംഘങ്ങളുടെ ഒരു ശരീരഭാഷ കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴത്തെ യോഗം ഇതുവരെ നടന്നിട്ടുള്ളത്. ഇതിനിടെ US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന ചെറിയൊരു പിരിമുറുക്കം സൃഷ്ടിച്ചുവെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലെബനനിലെ വെടിനിർത്തൽ ആവശ്യം, ഇസ്രായേലിന്റെ നിലപാട്, ഹോർമുസ് കടലിടുക്ക്, ഇത് തുറക്കുന്ന വിഷയം, ഇവിടുത്തെ ടോൾ നിരക്ക് ഈടാക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇനി ചർച്ചകളിൽ വരും. ഇതോടെ ചർച്ചകളുടെ ഗതിയും ഭാവിയും ഇനി മാറിയേക്കാം. എന്തായാലും വെടിനിർത്തലിന്റെ ഈ 4ാം ദിവസത്തെ ചർച്ചകളെ ലോകം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. രഹന, ശരി, വ്യക്തമാണ്. എൽവിസ് ടുമാറാണ് വിവരങ്ങൾ നൽകിയത്.